നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നവകേരള മാർച്ച് പര്യടനം തുടങ്ങി. കേരളത്തിന് കാലാനുസൃതമായ മാറ്റം ആവശ്യമെന്ന് പിണറായി വിജയൻ. പയ്യന്നൂരിൽ പോലീസ് ക്വാർട്ടേഴ്സിന് നേരെ ബോംബേറ്. അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി. ഇരുട്ടുമുറിയിൽ മാസങ്ങളായി അടച്ചിട്ട് വീട്ടമ്മയ്ക്ക് രക്ഷകരായി IRPC പ്രവർത്തകർ. പെരുമ്പയിൽ ഫർണിച്ചർ നിർമ്മാണ സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം നാട്ടെഴുന്നള്ളത്തിന് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. നവകേരള മാർച്ചിന്റെ കാസർഗോഡ് ജില്ലാതല പര്യടനം പൂർത്തിയായി. കാലിക്കടവിൽ നടന്ന സ്വീകരണ യോഗത്തിൽ നിരവധി നേതാക്കൾ സംബന്ധിച്ചു. കേരളത്തിന് കാലാനുസൃതമായ മാറ്റം അനിവാര്യമാണെന്ന് പിണറായി വിജയൻ. നിശ്ചയിച്ചതിലും 1.5 മണിക്കൂറോളം വൈകിട്ട് 5:30 കാസർഗോഡ് ജില്ലയിലെ സമാപന സ്വീകരണ സ്ഥലമായ കാലിക്കടവിൽ മാർച്ച് എത്തിച്ചേർന്നത്. കാലിക്കടവ് ജംഗ്ഷനിൽ നിന്ന് ബാൻഡ് വാദ്യത്തിൻ്റെയും റെഡ് വളണ്ടിയർമാരുടെയും അകമ്പടിയോടെ സ്വീകരണവേദിയായ പഞ്ചായത്ത് മൈതാനിയിലേക്ക് ആനയിച്ചു. 4 മണിക്ക് തുടങ്ങുമെന്നറിയിച്ചതിനാൽ ഉച്ച മുതൽക്ക് തൃക്കരിപ്പൂരിൽ നിന്നുൾപ്പെടെ 10,000-ങ്ങളാണ് കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയത്. സ്വീകരണ യോഗത്തിനായി വൻ സന്നാഹമാണ് ഒരുക്കിയത്. ചടങ്ങ് വൈകിയതോടെ മൈതാനം ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. വേദിയിലെത്തിയ പിണറായി തുടർന്ന് ഗ്രൗണ്ടിൽ അണിനിരന്ന റെഡ് വളണ്ടിയർമാരിൽ നിന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും ചെയ്തു. ഈ മാർച്ചിന്റെ നായകൻ ഇതാ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആവേശഭരിതമായി ജനങ്ങൾ വരവേൽക്കുന്നത്. ദശാബ്ദങ്ങൾ പുറകോട്ട് നയിച്ചിരിക്കുകയാണ് ഈ നാട്ടിനെ. ഏറെക്കുറെ 4 നൂറ്റാണ്ട് പുറകിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇത് UDF ഭരണത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാടിനെ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ഇവിടെ ജനങ്ങൾക്കാകെ സാധാരണഗതിയിൽ നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നയിക്കണമെങ്കിൽ സംസ്ഥാനത്തിന് കാലാനുസൃതമായ മാറ്റം അത്യാവശ്യമാണ്. വർഷങ്ങൾക്ക് മുൻപുണ്ടാക്കിയ മാറ്റങ്ങളിൽ വീമ്പു പറയുകയാണ് നാം ഇപ്പോഴും. ഇത്തരമൊരു ദുർസ്ഥിതി കേരളത്തിന് വരാൻ കാരണം ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത സർക്കാർ ഭരിച്ചതുകൊണ്ടാണ് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 5 വർഷത്തെ ദുർഭരണം കൊണ്ട് സർക്കാർ കേരളത്തെ ദശാബ്ദങ്ങൾ പിന്നോട്ട് വലിച്ചിരിക്കുകയാണ്. UDF ഭരണത്തിൽ കേരളം 4 നൂറ്റാണ്ട് പിറകിലാണ് ഇപ്പോഴെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ജനങ്ങൾക്ക് ഇടതുപക്ഷ സർക്കാരിനെ ആവശ്യമാണ്. നവകേരള മാർച്ചിന് ലഭിക്കുന്ന സമാനതകളില്ലാത്ത സ്വീകരണം അതാണ് സൂചിപ്പിക്കുന്നതെന്നും നാടിൻ്റെ പുനർനിർമ്മാണമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. K. കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായി. P. കരുണാകരൻ MP, KP സതീഷ് ചന്ദ്രൻ, അഡ്വക്കേറ്റ് VPP മുസ്തഫ തുടങ്ങി നിരവധി നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പിണറായി എത്തി. ചുവപ്പുകോട്ട ആവേശത്തിമർപ്പിൽ. നവകേരള മാർച്ചിനെ സ്വീകരിക്കാൻ 10,000-ങ്ങളാണ് ശനിയാഴ്ച വൈകിട്ടോടെ പയ്യന്നൂരിലെത്തിയത്. ജില്ലാ
ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ നിന്ന് CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ, TV രാജേഷ് MLA, KK രാഗേഷ് MP എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നവകേരള മാർച്ചിനെ ജില്ലയിലേക്ക് സ്വീകരിച്ചത്. തുടർന്ന് കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് പയ്യന്നൂരിലെത്തിയത്. സെൻട്രൽ ബസാറിൽ നിന്ന് വാദ്യമേളങ്ങളുടെയും കേരള വസ്ത്രമണിഞ്ഞ വനിതകളുടെയും ബഹുജന പ്രകടനത്തിൻ്റെയും അകമ്പടിയോടെയാണ് നവകേരള മാർച്ചിനെ പുതിയ ബസ് സ്റ്റാൻഡ് വഴി സ്വീകരണവേദിയായ പയ്യന്നൂർ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ആനയിച്ചത്. നിരവധി പേരാണ് പിണറായി വിജയനെ കാണാനായി പാതയോരങ്ങളിൽ തടിച്ചുകൂടിയത്. തുടർന്ന് സമ്മേളന വേദിയിലെത്തിയ ശേഷം റെഡ് വോളണ്ടിയർമാരിൽ നിന്ന് ഗാർഡ് ഓഫ് ഓണറും ജാഥ ക്യാപ്റ്റൻ പിണറായി വിജയൻ സ്വീകരിച്ചു. നമ്മുടെ നാട് ഇനിയും തകരാൻ വിട്ടാൽ ഭാവി തലമുറയോടാകെ ചെയ്യുന്ന ഒരു മഹാപാതകമായത് മാറും. ആർക്കും രക്ഷിക്കാനാകാത്ത തരത്തിലുള്ള തകർച്ചയിലേക്കായിരിക്കും നമ്മുടെ നാട് കൂപ്പുകുത്തുന്നത്. ഇപ്പോ നാം ഒന്നിച്ചു നീങ്ങിയാൽ ഇതിന് തടയിടാൻ കഴിയും. ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം CPIM-നെ കുറ്റം പറയുകയാണ്. ഉമ്മൻചാണ്ടി CPM-നെ കുറ്റം പറഞ്ഞു നടക്കുകയാണ്. കാരണങ്ങൾ കണ്ടെത്തി CPM-നെ കുറ്റം പറഞ്ഞതുകൊണ്ട് കേരളത്തിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല. തങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആരോപണങ്ങൾ മറയ്ക്കാനാണ് ഒരു കാരണവുമില്ലാതെ ഉമ്മൻചാണ്ടി CPM-നെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയം ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ കേരളം എത്രയോ മുന്നോട്ട് പോയേനെയെന്നും പിണറായി വിജയൻ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ നാടിനെ പിന്നോട്ടടിക്കുകയായിരുന്നു. തനിക്കു നേരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനാണ് ഉമ്മൻചാണ്ടിയുടെ ശ്രമമെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ശ്രീകൃഷ്ണൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. PK ശ്രീമതി ടീച്ചർ MP, KK രാഗേഷ് MP, CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ, TV രാജേഷ് MLA, CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ, MV ജയരാജൻ തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു. പതിനായിരങ്ങളാണ് പിണറായി വിജയനെ കേൾക്കാനും കാണുന്നതിനുമായി പയ്യന്നൂർ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നത്. പയ്യന്നൂരിൽ പോലീസ് ക്വാർട്ടേഴ്സിന് നേരെ ബോംബേറ്. CI PK മണിയുടെയും SI വിപിൻ കുമാറിൻ്റെയും താമസ സ്ഥലത്തിന് നേരെ ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ബോംബേറുണ്ടായത്. അക്രമത്തിൽ ക്വാർട്ടേഴ്സിന്റെ വാതിലും ജനൽ ചില്ലുകളും തകർന്നു. പയ്യന്നൂരിന്റെ ക്രമസമാധാനത്തിന് കരിനിഴൽ വീഴ്ത്തി പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിന് നേരെ ബോംബേറ്. പയ്യന്നൂർ CI PK മണിയുടെയും SI വിപിൻ കുമാറിൻ്റെയും താമസ സ്ഥലത്തിനു നേരെയാണ് ശനിയാഴ്ച പുലർച്ചെയോടെ ബോംബേറുണ്ടായത്. താഴത്തെ നിലയിൽ CI PK മണിയും മുകളിലത്തെ നിലയിൽ SI വിപിൻ കുമാറുമാണ് താമസം. ബോംബേറിൽ താഴത്തെ നിലയുടെ വാതിൽ തകർന്ന നിലയിലാണ്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വാതിലിന്റെ പലകകൾ ഉൾഭാഗത്തേക്ക് ചിന്നിച്ചിതറി തെറിച്ച നിലയിലാണ്. ജനൽ ചില്ലുകളും തകർന്നിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ ഭിത്തിയിലാണ് ബോംബ് പതിച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്തെയും ജനൽ ചില്ലുകൾ തകർന്നു. സ്ഫോടനത്തെ തുടർന്നുണ്ടായ പുക മൂലം ഉദ്യോഗസ്ഥർക്ക് വീടിന് വെളിയിലിറങ്ങാൻ സാധിച്ചില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. പയ്യന്നൂരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള അക്രമങ്ങൾ തുടർക്കഥയാവുകയാണ്. മാസങ്ങൾക്ക് മുൻപ് CI PK മണിയുടെ വീടിന് മുൻപിൽ റീത്തും ഭീഷണിക്കത്തും കണ്ടെത്തിയിരുന്നു. സംഭവത്തെ തുടർന്ന് ഉന്നത പോലീസ് സംഘം സ്ഥലം സന്ദർശിച്ചു. പോലീസിന് നേരെ അതിക്രമം. ജില്ലാ പോലീസ് മേധാവി ഉണ്ണിരാജ IPS-ന്റെ നേതൃത്വത്തിൽ സംഘം സ്ഥലം സന്ദർശിച്ചു. അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി.
ശനിയാഴ്ച രാവിലെ 10:30ഓടെയാണ് ജില്ലാ പോലീസ് മേധാവി ഉണ്ണിരാജ IPSഉം ഉത്തരമേഖല IG ദിനേന്ദ്ര കശ്യപും അടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചത്. സംഘം പോലീസ് ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുകയും ക്വാർട്ടേഴ്സിനുള്ളിലും പരിസര പ്രദേശങ്ങളും പരിശോധന നടത്തുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ അക്രമം തികച്ചും അപലപനീയമാണ്. DYFI നേതാവ് നിഷാദിനെ കാപ്പ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്ത സംഭവത്തിന്റെ പ്രതികാരമായാണ് പോലീസ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്. പ്രതികളെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉണ്ണിരാജ വ്യക്തമാക്കി. നേരത്തെ സൂചിപ്പിക്കേണ്ട ഈ പയ്യന്നൂരിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലം, ഈ രാഷ്ട്രീയമായിട്ടുണ്ടാകുന്ന ഒരു വൈരവും പോലീസിനെതിരെയുള്ള ആക്രമണങ്ങളും എനിക്കൊന്ന് പയ്യന്നൂരിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പയ്യന്നൂരുള്ള ജനങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പോലീസ് ഇവിടെ പ്രവർത്തിക്കുന്നത് പയ്യന്നൂരിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പുവരുത്താനാണ്. ഈ പോലീസിനെതിരെയുള്ള അറ്റാക്ക് അല്ലെങ്കിൽ ആക്രമണങ്ങളും അത് തീർച്ചയായും ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊന്നും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എനിക്കൊണ്ട് പയ്യന്നൂരുള്ള ജനങ്ങൾ തന്നെ കൂടുതൽ ബോധവാന്മാരായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കർശനമായിട്ടും അതിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതാണ്. പക്ഷേ എത്ര സുരക്ഷ വർദ്ധിപ്പിച്ചാലും പുറത്തുനിന്ന് ബോംബെറിയുക അത് തീർച്ചയായിട്ടും ഇനിയും വേണം റിപ്പീറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അത് ഈ പ്രതികളെ കണ്ടുപിടിച്ച് കൃത്യമായൊരു കർശനമായ നടപടി എടുക്കുകയും അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ട പോലെയുള്ള തെളിവുകൾ കണ്ടെത്തി അവരെ കോടതിൻ്റെ മുമ്പിൽ ഹാജരാക്കലാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ പറഞ്ഞ പോലെ അതിൻ്റെ മുന്നിൽ നിന്ന് പിന്നിൽ കൂടി വഴിയുണ്ട്, സൈഡിൽ 3 വശത്തുകൂടി പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ വഴിയാണ്. അപ്പോൾ ഈ പിന്നിൽ കൂടി പോകുന്ന ആളുകൾക്കും വേണമെങ്കിൽ ഈ പറയുന്ന ഏത് രീതിക്കും ഒരു അറ്റാക്ക് നടത്താവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട മറ്റുള്ള നടപടികളെ പറ്റി വളരെ ഗൗരവമായിട്ട് തന്നെ പരിഗണിക്കും. അതിൻ്റെ നടപടികൾ പ്രത്യേകിച്ചും യാതൊരു താമസമില്ലാണ്ട് സ്വീകരിക്കുന്നതാണ്. പയ്യന്നൂരിൽ പോലീസിനു നേരെ അക്രമങ്ങൾ തുടർക്കഥയാകുമ്പോഴും ഉദ്യോഗസ്ഥരുടെ സുരക്ഷയ്ക്കാവശ്യമായ നടപടി ഉന്നതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും പരാതി ശക്തമാണ്. എന്നാൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. ആ പോലീസിനു നേരെ അക്രമമുണ്ടാകുമ്പോൾ ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാകണമെന്നും അക്രമികളെ ഒറ്റപ്പെടുത്തണമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. എല്ലാ അക്രമങ്ങളുടെയും ഉത്തരവാദിത്തം CPMന് മേൽ കെട്ടിവെക്കുന്നത് അക്രമികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ. നവകേരള മാർച്ചിനെ സ്വീകരിക്കാൻ നാട് തയ്യാറെടുക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് അക്രമികളുടെ ശ്രമമെന്നും ഏരിയ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന്റെ പയ്യന്നൂരിലെ സ്വീകരണ വേദിക്ക് നേരെയും അക്രമം. വേദിയിൽ കെട്ടിയ ഫ്ലക്സുകൾ കുത്തിക്കീറി നശിപ്പിച്ച നിലയിലാണ്. ഒപ്പം സ്റ്റേജിൽ ഉപയോഗിക്കാനായി എത്തിച്ച കുഷ്യനുകളും കീറി നശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പയ്യന്നൂർ CI ക്വാർട്ടേഴ്സിന് നേരെയുണ്ടായ അക്രമങ്ങളുടെ ഉത്തരവാദിത്തം പാർട്ടിയുടെ മേൽ കെട്ടിവെക്കുന്നത് കുറ്റവാളികളെ രക്ഷിക്കാനുള്ള ശ്രമമാണെന്ന് CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ പറഞ്ഞു. പയ്യന്നൂര് ജനങ്ങളാകമാനം ഒരു വലിയ പരിപാടിയുടെ കേന്ദ്രീകരണത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പോലീസ് സ്വീകരിക്കുന്ന ചില നിലപാടുകളിൽ CPIMന് കടുത്ത പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഞങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ആ പ്രതിഷേധങ്ങളുടെല്ലാം പേരിൽ പോലീസിനെതിരായിട്ട് CPM എന്തെങ്കിലും ചെയ്യും എന്ന് ധരിക്കുന്നത് യഥാർത്ഥത്തിൽ കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്നതിന് തുല്യമായിട്ടുള്ള നിലപാടാണ്. അതുകൊണ്ട് ശക്തമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് മാത്രമല്ല, ശരിയായിട്ടുള്ള അന്വേഷണം നടക്കണം, കുറ്റവാളികളെ കണ്ടെത്തണം. പയ്യന്നൂരിൽ ഒരക്രമവും ഉണ്ടാവരുത് എന്നുള്ളത് നിർബന്ധമുള്ള പാർട്ടിയാണ് CPIM. പോലീസുകാർ ഉദ്യോഗസ്ഥന്മാരാണ്, അവരിന്ന് ജോലിക്കാരാണ്. നാളെ അവർ സ്വാഭാവികമായിട്ട് സാധാരണ ജനങ്ങളായിട്ട് അവരുടെ കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. അവരെ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് ഈ നാട്ടിൽ ആകമാനം മാറ്റം ഉണ്ടാകുമെന്നും ധരിക്കുന്ന മൂഢന്മാരല്ല ഞങ്ങൾ. പക്ഷേ ചിലപ്പോൾ സ്വീകരിക്കുന്ന ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾക്കെതിരായി ശക്തമായിട്ടുള്ള പ്രതികരണം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. പോലീസിന്റെ ചില നിലപാടുകളോട് പാർട്ടിക്ക് എതിർപ്പുണ്ട്. അതിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ മാത്രം മൂഢരല്ല പാർട്ടിക്കാർ. നവകേരള മാർച്ച് പോലെ ശ്രദ്ധേയമായ ഒരു പരിപാടിയിൽ നാട് അണിചേരാനൊരുങ്ങുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം സംഭവങ്ങൾ കരുതിക്കൂട്ടി സൃഷ്ടിക്കുന്നതെന്നും ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ കൂട്ടിച്ചേർത്തു. പോലീസ് ക്വാർട്ടേഴ്സിന് നേരെയുണ്ടായ ബോംബേറിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. നിയമവാഴ്ചയോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണ് സംഭവമെന്നും പയ്യന്നൂരിൽ അടിയന്തരമായി പോലീസ് കൺട്രോൾ റൂം ആരംഭിക്കണമെന്നും കോൺഗ്രസ് നേതൃയോഗം ആവശ്യപ്പെട്ടു. MK രാജൻ, അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ, P ലളിത ടീച്ചർ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, K ജയരാജ് തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ, ഈ ബോംബേറിൻ്റെ പിന്നിൽ CPM ആണ് എന്ന് സംശയിക്കാതിരിക്കേണ്ട ഭാഗം. ഈ ബോംബേറുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും പരത്താൻ CPM ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്കറിയാം. കാരണം ഈ ബോംബേറിൻ്റെ പിന്നിൽ
CPM ആണ് എന്ന് ജനങ്ങൾ ബലമായി സംശയിക്കുന്നുണ്ട്. ഇത് ജനങ്ങളുള്ള വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി ജനങ്ങൾ എഴുതിക്കൊണ്ട് പ്രതിരോധിക്കും എന്ന് മാത്രമാണ്. പയ്യന്നൂർ CIയുടെയും SIയുടെയും ക്വാർട്ടേഴ്സിന് നേരെയുണ്ടായ ബോംബേറിൽ ഭാരതീയ മസ്ദൂർ സംഘം പ്രതിഷേധിച്ചു. ആഭ്യന്തര വകുപ്പ് ഉടൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി V മണിരാജ് ആവശ്യപ്പെട്ടു. V ശ്രീനിവാസ് അധ്യക്ഷത വഹിച്ചു. EA നാരായണൻ, K അനിത എന്നിവർ സംസാരിച്ചു. പിണറായി വിജയന് കരിവെള്ളൂരിൽ ഉജ്ജ്വല വരവേൽപ്പ്. രക്തസാക്ഷി നഗറിലും പിണറായി അഭിവാദ്യമർപ്പിച്ചു. വൈകുന്നേരം 7 മണിയോടെയാണ് നവകേരള മാർച്ചിന്റെ ഭാഗമായി പിണറായി വിജയൻ കരിവെള്ളൂരിലെത്തിയത്. പ്രവർത്തകരും ബാലസംഘം അംഗങ്ങളും കരിവെള്ളൂർ ഫുട്ബോൾ അക്കാദമി കുട്ടികളും ചേർന്ന് പിണറായിയെ സ്വീകരിച്ചു. പിന്നീട് രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പിണറായി വിജയൻ അഭിവാദ്യമർപ്പിച്ചു. കുറച്ചുനേരം രക്തസാക്ഷി നഗറിൽ ചെലവഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ, MV ജയരാജൻ, EP ജയരാജൻ, PK ശ്രീമതി ടീച്ചർ MP, TV രാജേഷ് MLA, KK രാഗേഷ് MP പിണറായിയോടൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് സാരമായി പരിക്കേറ്റു. ബിരിച്ചേരി സ്വദേശികളായ ഹൈദർ, ഷാജർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ശനിയാഴ്ച ഉച്ചയോടെ തൃക്കരിപ്പൂർ മുനവറൽ മദ്രസയ്ക്ക് സമീപത്താണ് അപകടം നടന്നത്. യമഹ ആൽഫ സ്കൂട്ടറും എതിരെ വന്ന ഹീറോ ഹോണ്ട ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. സ്കൂട്ടർ യാത്രികനായ ഹൈദർ, ഹീറോ ഹോണ്ട ബൈക്ക് ഓടിച്ചിരുന്ന ഷാജഹാൻ എന്നിവരെ യഥാക്രമം കൊയിലി, പരിയാരം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു. അമിത വേഗത്തിൽ വന്ന ബൈക്ക് മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോഴാണ് അപകടമുണ്ടായതെന്ന് പറയപ്പെടുന്നു. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തൃക്കരിപ്പൂർ ഭാഗങ്ങളിൽ അപകടം നിത്യസംഭവമായിരിക്കുകയാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണില്ലാത്ത ക്രൂരത. ഇരുട്ടുമുറിയിൽ മതിയായ ഭക്ഷണവും വസ്ത്രവും നൽകാതെ ഭർത്താവും മകനും ചേർന്ന് മുറിയിൽ പൂട്ടിയിട്ട മധ്യവയസ്കയെ IRPC കാങ്കോൽ വെസ്റ്റ് ലോക്കൽ വളണ്ടിയർമാർ രക്ഷപ്പെടുത്തി. ഇവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. IRPC കാങ്കോൽ വെസ്റ്റ് ലോക്കൽ വളണ്ടിയർമാർ കിടപ്പിലായ രോഗികളെ സന്ദർശിക്കവെയാണ് ദയനീയമായ ആ കാഴ്ച കണ്ടത്. മനുഷ്യത്വം മരവിച്ചു പോകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. തുറന്നിട്ട ഒരു പാളി ജനലിൽ കൂടി തനിക്കിത്തിരി ഭക്ഷണം തരുമോ എന്ന് അവ്യക്തമായി ചോദിക്കുകയായിരുന്നു ഒരു സ്ത്രീ. മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. കാങ്കോൽ പാനോത്ത് 50 വയസ്സിനോടടുത്ത കുണ്ടമത്ത് സരോജിനിക്കായിരുന്നു ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. ഇരുട്ടുമുറിയിൽ കിടന്ന ഇവരുടെ കാഴ്ചശക്തി പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞിരുന്നു. ഭർത്താവും മകനുമാണ് ഇവരോട് ഈ ക്രൂരത ചെയ്തത്. ഈ സ്ത്രീയെ ഇവർ ഉപദ്രവിക്കാറുണ്ടായിരുന്നതായും നാട്ടുകാർ പറയുന്നു. നാല് പ്രാവശ്യം ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെ വണ്ടിയും ആൾക്കാരും അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടറും അടക്കം ഇവിടെ വന്നിരുന്നെങ്കിലും ഞങ്ങൾ കൊണ്ടുപോയി ചികിത്സിക്കാം എന്നില്ലാണ് അവർ പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ തവണ ഞങ്ങൾ വരുമ്പോൾ വാതിൽ പൂട്ടി ജനലിൻ്റെ ഉള്ളിലെ നോക്കിയപ്പോൾ ആഹാരത്തിന് വേണ്ടി നിലവിളി കൂട്ടുന്ന ആ അമ്മയെ കണ്ടപ്പോൾ ഏറെ സങ്കടം തോന്നി. മകൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. മകനാണെങ്കിൽ പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഇവിടെ എല്ലാം നടക്കുന്ന BJPയുടെ ബൂത്ത് ഏജൻ്റായിരിക്കുന്ന മകനാണ്. സ്വന്തം വീട്ടിലെ അമ്മയെയും സ്വന്തം വീട് നോക്കാതെ നാട് നോക്കാൻ നടക്കുന്ന ഒരു BJP പ്രവർത്തകനാണ് മകൻ. അവൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ ഇത് പെടുത്തി. ഒരു ഹോം നഴ്സിനെ വെച്ച് ജില്ലാ ആശുപത്രിയിൽ ചികിത്സിച്ച് ഇത് ഭേദമാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ സഹകരിക്കണം. ഞങ്ങളെല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരാം. ഞങ്ങൾ വണ്ടി ഏർപ്പാടാക്കാം. ആടെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾ ഒരാൾ അതിനായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഒറ്റ ദേശം പോലും ഒരു ലെവലസം പോലും കൂസാതെ നടക്കുന്ന ഒരു മകനും അതുപോലെ തന്നെ ഒരു അച്ഛനുമാണ്. IRPC പ്രവർത്തകർ പെരുങ്ങോം പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് SI നിഷിത്തും സംഘവും സ്ഥലത്തെത്തി. SIയുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് IRPC പ്രവർത്തകർ സരോജിനിയെ രക്ഷപ്പെടുത്തി. മലമൂത്ര വിസർജനത്തിൽ കുളിച്ചുകിടക്കുകയായിരുന്ന സരോജിനിയെ വനിതാ വളണ്ടിയർമാർ കുളിപ്പിച്ച് വസ്ത്രവും ഭക്ഷണവും നൽകി. ഭക്ഷണം കൊടുത്തപ്പോൾ അത് കഴിക്കേണ്ട വിധം പോലും ഇവർ മറന്നുപോയിരുന്നു. 3 മണിക്കൂറോളം വാതിൽ തുറക്കാൻ ഭർത്താവും മകനും എത്തിച്ചേരാൻ വേണ്ടി പ്രവർത്തകർ കാത്തുനിൽക്കേണ്ടതായും വന്നു.
ഇവർ എത്താത്തതിനെ തുടർന്ന് പോലീസിന്റെ സഹായത്തോടെയാണ് IRPC വളണ്ടിയർമാർ സരോജിനിയെ രക്ഷപ്പെടുത്തിയത്. സംഭവം അറിഞ്ഞ് നിരവധി പേരാണ് സ്ഥലത്തെത്തിയത്. വലിയ ജനക്കൂട്ടം തന്നെ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് P. ഉഷ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ K. രാജൻ, വാർഡ് മെമ്പർ N. അബ്ദുൾ ഗഫൂർ, P. വത്സല, IRPC പെരിങ്ങോം സോണൽ കൺവീനർ KV പവിത്രൻ, വളണ്ടിയർമാരായ PP സിദിൻ, PV രഘു, PV നളിനി, PV ഓമന, KV ബാലകൃഷ്ണൻ, PV കാഞ്ചന തുടങ്ങിയവർ നേതൃത്വം നൽകി. രാത്രി 10 മണിയോടെയാണ് സരോജിനിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഭർത്താവിന്റെയും മകന്റെയും പേരിൽ പെരിങ്ങോം പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പെരുമ്പയിൽ ഫർണിച്ചർ നിർമ്മാണ സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ. നമ്പ്യാർകോവിലിലെ പുതിയപുരയിൽ പ്രഭാകരന്റെ ഉടമസ്ഥതയിലുള്ള പ്രഭാ വുഡ് ക്രാഫ്റ്റാണ് അഗ്നിക്കിരയായത്. 7 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. നമ്പ്യാർകോവിലിലെ പുതിയപുരയിൽ പ്രഭാകരന്റെ ഉടമസ്ഥതയിലുള്ള പെരുമ്പ മാർക്കറ്റ് റോഡിലെ പ്രഭാ വുഡ് ക്രാഫ്റ്റ് എന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. സ്ഥാപനത്തിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് ആദ്യം കണ്ടത് മത്സ്യമാർക്കറ്റിലെ തൊഴിലാളികളാണ്. ഫയർഫോഴ്സ് എത്തി ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് തീയണച്ചത്. സ്ഥാപനത്തിലുണ്ടായിരുന്ന പ്ലെയിനർ, കടച്ചിൽ മെഷീൻ, മരവുരുപ്പടികൾ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. 7 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നിയമസഹായം വീട്ടുപടിക്കലെത്തിക്കുക എന്ന ആശയത്തോടെ സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഞ്ചരിക്കുന്ന ലോക് അദാലത്തിന്റെ ഫ്ളാഗ് ഓഫ് പയ്യന്നൂർ സബ് ജഡ്ജ് അബ്ദുൾ ജലീൽ നിർവഹിച്ചു. നിയമസഹായം വീട്ടുപടിക്കലെത്തിക്കുക എന്ന ആശയത്തോടെ സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സഞ്ചരിക്കുന്ന ലോക് അദാലത്ത് വാൻ തളിപ്പറമ്പ് താലൂക്കിൽ ജനുവരി 16 മുതൽ മാതമംഗലം, ആലക്കോട്, നടുവിൽ എന്നീ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നു. തളിപ്പറമ്പ് താലൂക്കിൽ ജനുവരി 16 ആരംഭിച്ച സഞ്ചരിക്കുന്ന ലോക് അദാലത്തിന്റെ ഫ്ളാഗ് ഓഫ് തളിപ്പറമ്പ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാൻ പയ്യന്നൂർ സബ് ജഡ്ജ് അബ്ദുൾ ജലീൽ നിർവഹിച്ചു. ഇനി പെരുങ്കളിയാട്ട വിശേഷം. രണ്ട് പതിറ്റാണ്ടിന് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പന്തൽമംഗലത്തിന്റെ വരവറിയിച്ചുള്ള നാട്ടെഴുന്നള്ളത്തിന് തുടക്കമായി. 2 ആഴ്ചക്കാലം എഴുന്നള്ളത്ത് നീണ്ടു നിൽക്കും. ദേവിയുടെ പന്തൽമംഗലം അറിയിക്കുന്നതിനും ക്ഷണിക്കുന്നതിനുമായാണ് നാട്ടെഴുന്നള്ളത്ത് എന്നാണ് വിശ്വാസം. വൈകിട്ട് അരങ്ങിലടിയന്തരത്തിന് ശേഷമാണ് നാട്ടെഴുന്നള്ളത്ത് ആരംഭിച്ചത്. ദിവസങ്ങൾ നീളുന്നതാണ് നാട്ടെഴുന്നള്ളത്ത്. ക്ഷേത്രം കോയ്മയുടെ തറവാടായ തെക്കുംപാട് മുറക്കാട്ട് നമ്പിയുടെ ഭവനത്തിലേക്കാണ് ആദ്യം എഴുന്നള്ളിയത്. പിന്നീട് നാടുകാക്കുന്ന ചക്രപാണീശ്വരന്റെ മഹാക്ഷേത്രത്തിലേക്കും പോയ കാലത്ത് തൃക്കരിപ്പൂരിന്റെ അധിപരായിരുന്ന താഴെക്കാട്ട് മനയിലേക്കും എഴുന്നള്ളിയ ശേഷം മറ്റു ഭവനങ്ങളിൽ സന്ദർശനം ആരംഭിച്ചു. ആദ്യം വ്യാധിയും അകറ്റി പൈതങ്ങൾക്ക് ഗുണപ്പാട് വരുത്താനാണ് ഭഗവതിയുടെ പ്രതിപുരുഷന്മാർ ഭവന സന്ദർശനം നടത്തുന്നതെന്ന വിശ്വാസവുമുണ്ട്. ഏളത്തിനെ വരവേൽക്കാൻ ഭവനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. വിളക്കും തളികയും വച്ചാണ് ഭവനങ്ങളിൽ ഏളത്തിനെ സ്വീകരിക്കുന്നത്. സന്ദർശനവേളയിൽ കയ്യാൽ കൂടിയത് ദക്ഷിണ നൽകി തെയ്യത്തിൽ നിന്ന് മഞ്ഞൾക്കുറി പ്രസാദമായി സ്വീകരിക്കുന്നു. ഓരോ പ്രദേശത്ത് പോകുമ്പോഴും ഏതെങ്കിലും ഒരു ഉപക്ഷേത്രത്തിൽ മൂപ്പ് കഴിച്ചിട്ട് മാത്രമേ ഭവന സന്ദർശനം ആരംഭിക്കുകയുള്ളൂ. വൈകിട്ട് 4ഓടെ പുറപ്പെടുന്ന എഴുന്നള്ളത്ത് പാതിര വരെ നീളുന്നു. നാട്ടെഴുന്നള്ളത്തിനാവശ്യമായ വെളിച്ചെണ്ണ, മഞ്ഞൾക്കുറി തുടങ്ങിയ സാധനങ്ങളുമായി വാല്യക്കാർ ഏളത്തിനെ അനുഗമിക്കും. നിരവധി വാല്യക്കാരാണ് തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഏളത്തിനെ അനുഗമിച്ചു വരുന്നത്. ഫെബ്രുവരി 6 മുതൽ 9 വരെ 4 നാളുകളിലായാണ് പെരുങ്കളിയാട്ടം. മറ്റു വാർത്തകളിലേക്ക്. നവകേരള മാർച്ചിന് ശനിയാഴ്ച പിലാത്രയിൽ സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിലെ 20 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 15,000-ഓളം ആളുകൾ സ്വീകരണത്തിനെത്തും. പിലാത്ര ജംഗ്ഷനിൽ ജാഥയെ സ്വീകരിച്ച ശേഷം ബസ് സ്റ്റാൻഡ് പരിസരത്ത് റെഡ് വോളണ്ടിയർമാരുടെ ഗാർഡ് ഓഫ് ഓണർ നടക്കും. സ്വീകരണ യോഗത്തിൽ പുറച്ചേരി ഗ്രാമീണ കലാസമിതിയുടെ നാട്ടറിവ് പാട്ടുകളും ഉണ്ടാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം OV നാരായണൻ, മാട ഏരിയ സെക്രട്ടറി K പത്മനാഭൻ, ജില്ലാ കമ്മിറ്റി അംഗം PP ദാമോദരൻ, CV ദാമോദരൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കടന്നപ്പള്ളി തെക്കേക്കര ഗവൺമെന്റ് LP സ്കൂൾ ബാലസഭയുടെ നേതൃത്വത്തിൽ അറിവരങ്ങ് 2016 തുടക്കമായി. അജേഷ് കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു.
കടന്നപ്പള്ളി തെക്കേക്കര ഗവൺമെന്റ് LP സ്കൂൾ ബാലസഭയുടെ നേതൃത്വത്തിൽ അറിവറിങ്ങ് 2016 സർഗോത്സവം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ അറിവും സർഗാത്മകതയും വികസിപ്പിക്കുന്നതിന് സർഗോത്സവം, ശാസ്ത്രവിസ്മയം, മധുരം ഗണിതം, നമുക്ക് ചുറ്റും പരിസ്ഥിതിപാഠം, കുഞ്ഞെഴുത്തുകൾ, ഈസി ഇംഗ്ലീഷ് തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ വിവിധ ദിവസങ്ങളിലായി നടത്തുന്നു. അറിവറിങ്ങ് 2016 ഉദ്ഘാടനം അജേഷ് കടന്നപ്പള്ളി നിർവഹിച്ചു. ബിന്ദു കെ അധ്യക്ഷത വഹിച്ചു. വിസ്മയ KV, KP സുരേന്ദ്രൻ, M സുൽഫത്ത്, ദേവദർശി KV തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KK സുരേഷ് മാസ്റ്റർ ക്ലാസ് നയിച്ചു. കുഞ്ഞിമംഗലം വിശുദ്ധ മിഖായേൽ ദേവാലയം ഗ്രോട്ടോ ആശീർവാദ കർമ്മം കണ്ണൂർ രൂപത അധ്യക്ഷൻ അലക്സ് വടക്കുന്തല നിർവഹിച്ചു. കുഞ്ഞിമംഗലം വിശുദ്ധ മിഖായേൽ ദേവാലയം പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച ഗ്രോട്ടോ ആശീർവാദ കർമ്മം കണ്ണൂർ രൂപത അധ്യക്ഷൻ അലക്സ് വടക്കുംതല പിതാവ് നിർവഹിച്ചു. ഫാദർ പീറ്റർ കദീഷ്, ഫാദർ ബിനു, ഫാദർ ഫെർഡിനാൻഡ്, ഫാദർ മരിയൻ, ഫാദർ ആൻസൺ, ഫാദർ ജോസഫ് കൊറ്റിയത്ത്, ഫാദർ ഡിക്സൺ, ഇടവക വികാരി ഫാദർ ലൂയിസ് തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കാർമേൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണം നടത്തിയ കുളം ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ക്ഷേത്രം തന്ത്രി നടുവത്ത് പുടയൂർ വാസുദേവൻ നമ്പൂതിരി നേതൃത്വം നൽകി. 30 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്ന കുളത്തിന്റെ നിർമ്മാണത്തിന് 30,000-ലധികം ചെറുകല്ലുകളും 2,300-ലധികം വലിയ പാവുകല്ലുകളും 8 പടുകൂറ്റൻ മൂലക്കല്ലുകളുമാണ് ഉപയോഗിച്ചത്. സിമന്റോ ചാന്തോ ഉപയോഗിക്കാതെ കല്ലുകൾ ചേർത്ത് വെച്ചാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. 2015 കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും ഉത്തര മലബാറിലെ പ്രശസ്ത ചെങ്കൽ ശില്പിയുമായ തെക്കടവൻ നാരായണൻ പണിക്കർ മണിയാനിയുടെ നേതൃത്വത്തിലാണ് കുളത്തിന്റെ നവീകരണ പ്രവൃത്തി നടന്നത്. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം വികസന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുളം പുനർനിർമ്മിച്ചത്. സമർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി നടുവത്ത് പുടയൂർ വാസുദേവൻ നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകി. ക്ഷേത്രസ്ഥാനികരും നാട്ടുകാരുമടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ക്ഷേത്രക്കുളം പുനർനിർമ്മിച്ച ശില്പിയെ ആദരിക്കലും നടന്നു. നല്ല ഭൂമി ആരോഗ്യ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന നാട്ടറിവ് മേള പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. അരിയിലെ രാജാവായ രാജക്കയമ, പുതിയ മണ്ണിൽ കനകം വിളയിക്കുന്ന ചോമൻ കയമ, മലയാളത്തിന്റെ നാട്ടു സംസ്കൃതിയിൽ നിന്ന് വിടവാങ്ങിയ നെല്ലിനങ്ങളും കൃഷി ഉപകരണങ്ങളും കൊണ്ട് ഗതകാല ഭക്ഷ്യ സംസ്കൃതിയിലേക്ക് തിരിഞ്ഞു നടക്കുകയാണ് ഗാന്ധി പാർക്കിൽ നടന്ന പുക്കൻ നാട്ടരിമേള. പയ്യന്നൂർ നല്ലഭൂമി ഭക്ഷ്യ ആരോഗ്യ സ്വരാജ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് 2 ദിവസത്തെ നാട്ടരിമേള സംഘടിപ്പിച്ചത്. 100-ലധികം പഴയ നെൽവിത്തുകളാണ് മേളയിൽ പരിചയപ്പെടുത്തിയത്. വിത്തുകളുടെ ഫോട്ടോ പ്രദർശനം ഉണ്ടായി. ഇന്ത്യയിൽ ക്രിസ്തുവിന് 1750 കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിലാണ് ഏറ്റവും പഴയ നെല്ല് കണ്ടെത്തിയതെന്ന് അറിവ് പകരുന്ന പോസ്റ്ററും പാർക്കിലുണ്ട്. ഇതിനു പുറമെ നെൽവിത്ത് കേടുകൂടാതെ സൂക്ഷിക്കുന്ന വൈക്കോലിന്റെ പൊതി, ഉരൽ, ഉലക്ക, പറ, സേറുകൾ, ഇടങ്ങാഴികൾ, ആയിർക്കതിർ, നിലന്തല്ലി, കലപ്പ, മുറം തുടങ്ങിയവയും പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താൻ മേളയിൽ നിരത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുള്ള കൊണ്ടുവച്ചിട്ടുള്ള സാധനങ്ങൾ, ഒന്ന് പഴയ കാലത്ത് ജലസേചനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഏത്താങ്കൊട്ട. ഈ ഏത്താങ്കൊട്ട ഉപയോഗിച്ചിട്ടായിരുന്നു മുമ്പ് കാലത്ത് നമ്മൾ തെങ്ങിനായാലും എന്നിട്ട് നെൽകൃഷിക്കായാലും നേന്ത്രവാഴക്കായാലും പച്ചക്കറികൾക്കായാലും ജലസേചനം നടത്തിയിരുന്നത്. ഇന്നിപ്പോൾ അത് ഇലക്ട്രിക് മോട്ടോറും മറ്റുമായി ആളുകൾക്ക് ആ ഒരു സാധനം അറിയാണ്ടായി. അപ്പോൾ അത് പരിചയപ്പെടുത്തുള്ള എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതേപോലെ ആഴമുള്ള കിണറിൽ നിന്നാണെങ്കിൽ ഈ എത്താങ്കൊട്ട വേണ്ട, ഊവണി മതി. ആ ഊവണിയും ഞങ്ങളിവിടെ ഒരു 3 കാല് സ്റ്റാൻഡിൽ കെട്ടിയിട്ട് തൂക്കിയിട്ട് അതും നമ്മളിവിടെ പ്രദർശിപ്പിച്ച് കാണിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ വിത്ത് പൊതി, മുമ്പ് കാലത്ത് വിത്ത് ഈ പുല്ലിൽ പൊതിഞ്ഞ് കെട്ടിവെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതാണ് വിത്ത്. 2 പറ നെല്ല് അളന്ന് ഒരു പുല്ലുകൊണ്ട് മൂടി കെട്ടിവെക്കുന്ന അതിനാണ് നമ്മൾ വിത്ത് പൊതി എന്ന് പറയുന്നത്. നാട്ടരി ഭക്ഷ്യവിഭവങ്ങൾ, ബോധവൽക്കരണ ക്ലാസുകൾ, പ്രഭാഷണം, ജൈവ നെൽകൃഷി ചർച്ച, വിത്തധികാര സമ്മേളനം നടന്നു. കൂട്ടായ്മയിൽ ഉരൽ കുത്തിയെടുത്ത നാടൻ കൈമ അരി ഉപയോഗിച്ചാണ് ഉച്ചക്കഞ്ഞിയും ചമ്മന്തിയും സൗജന്യമായി നൽകിയത്. ഓരോ മലയാളിക്കും സ്വന്തം ജീവിതാവസ്ഥയുടെ ദയനീയതയിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരവസരം കൂടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ തിരിച്ചറിവിലേക്ക് എത്താൻ ഈ കാഴ്ചകൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ദുരന്തങ്ങൾക്ക് ഇനിയും ആക്കം കൂടിയേക്കാം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. കരുവള്ളൂർ മുകളേൽ തറവാട്ടിൽ മുത്തപ്പൻ തെയ്യം കെട്ടിയാടി. നിരവധി ഭക്തജനങ്ങളാണ് അനുഗ്രഹത്തിനായി എത്തിച്ചേർന്നത്. ജാതിമതഭേദമന്യേ എല്ലാവരും വീടുകളിൽ ആരാധിക്കുന്ന ദൈവമാണ് മുത്തപ്പനീശ്വരൻ.
മറ്റ് ദൈവങ്ങളെ പോലെ പ്രത്യേക പള്ളിയറയോ ആരൂഢമോ ഈ തെയ്യത്തിനില്ല. വിളിച്ചാൽ വെളിപ്പുറത്തെത്തി സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന മുത്തപ്പനീശ്വരൻ അടിച്ചുപാറ്റിയ കളം തന്നെ കൊടിക്കളമായി കരുതുന്ന ദൈവമാണ്. കുന്നത്തൂർപ്പാടിയിൽ കുടികൊള്ളുന്ന ദൈവം വരവിളിയിലൂടെ ഓരോ വീട്ടുമുറ്റത്തും വന്നു ചേർന്ന് നാളിതുവരെയുള്ള എല്ലാ അശുഭങ്ങളും തീർക്കുന്നു എന്നാണ് സങ്കല്പം. നിയമമോ കാലമോ ഈ ദൈവത്തിന് ബാധകമല്ല. അത്യുത്തര കേരളത്തിലെ അതിപാവനമായ തെയ്യാട്ടമാണ് മുത്തപ്പനാട്ടം. വ്രതശുദ്ധിയോടെ വണ്ണാൻ വിഭാഗക്കാരാണ് മുത്തപ്പൻ കെട്ടുന്നത്. മുകളേൽ തറവാട്ടിൽ നടന്ന മുത്തപ്പൻ കാണാൻ ദൂരദേശങ്ങളിൽ നിന്നും തറവാട്ടംഗങ്ങൾ എത്തിച്ചേർന്നിരുന്നു. നവകേരള മാർച്ചിന് പൊലിമയേകാൻ കൊച്ചു ഗായികയുടെ ഗാനവും. ഇടയിലക്കാട്ടെ സാന്ദ്ര സജീവനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. നവകേരള മാർച്ചിന് പൊലിമയേകാൻ കൊച്ചുമിടുക്കിയുടെ ഗാനവും ശ്രദ്ധേയമാവുന്നു. ഇടയിലക്കാട്ടെ സജീവൻ സുഷ ദമ്പതികളുടെ മകൾ സാന്ദ്രയാണ് ഗാനമാലപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിച്ച PK ശ്രീമർ ടീച്ചർക്ക് വേണ്ടി അമ്മയെപ്പോലിഷ്ടം എന്ന ഗാനമാലപിച്ച് പ്രശസ്തി നേടിയിരുന്നു. അരുവിക്കരയിൽ M വിജയകുമാറിന് വേണ്ടി കൊടി ചെങ്കൊടികൾ എന്ന ഗാനവും ആലപിച്ച് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ നവകേരള മാർച്ചിന് വേണ്ടി പിതാവ് സജീവൻ തന്നെയാണ് ഗാനം രചിച്ചിരിക്കുന്നത്. സംഗീതം നൽകിയിരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ തേജ് മർവിനാണ്. ഉദിനൂർ UP സ്കൂളിൽ 7ാം തരം വിദ്യാർത്ഥിനിയാണ് സാന്ദ്ര. പയ്യന്നൂരിലെ പ്രമുഖ ജ്യോതിഷ പണ്ഡിതനായ അച്ചംവീട്ടിൽ നാരായണ പൊതുവാളുടെ നിര്യാണത്തിൽ കോറോം ഗ്രാമരക്ഷാ സമിതി അനുശോചനം രേഖപ്പെടുത്തി. പ്രസിഡന്റ് VV സുകുമാരന്റെ അധ്യക്ഷതയിൽ KV രാമപൊതുവാൾ, R ഭാസ്കരൻ, A ശ്രീധരൻ, K രാജീവൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി കാമ്പ്രത്ത് രാഘവൻ സ്വാഗതം പറഞ്ഞു. കുണിയൻ പുഴക്കര ശ്രീ തെരുമുടിക്കാവ് ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാ ദിനാഘോഷം ജനുവരി 19 രാവിലെ 7 മണി മുതൽ ക്ഷേത്രം തന്ത്രി കുന്നത്തില്ലത്ത് മുരളീകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. ഗസൽ ഗായകൻ ഗുലാം അലിക്കെതിരെ ശിവസേന പ്രവർത്തകർ തിരുവനന്തപുരത്ത് കരിങ്കൊടി കാണിച്ചു. ഈ സംഭവത്തിൽ നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകരുടെ പ്രതികരണമാണ് ഇന്നത്തെ മാറ്റൊലിയിൽ. കലകൾക്ക് അതിർവരമ്പുകളില്ല. അതുപോലെ തന്നെ കലാകാരന്മാർക്കും അവിടെ അതിർത്തിയോ രാജ്യമോ ഒന്നുമില്ല. ഇത്തരമുള്ള സംഘടിതമായ ആക്രമണങ്ങൾ ഒരു കാരണവശാലും ഇന്ത്യ പോലെ നാനാത്വത്തിൽ ഏകത്വത്തോടെ വസിക്കുന്ന ഒരു രാജ്യത്ത് എന്തു വന്നാലും വില പോവില്ല. കേരളത്തിൽ വളരെ ശക്തമായി തന്നെ ആ പരിപാടി നടക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തിനാണ് അയാൾ വരാണ്ട പറയുന്നത്? അയാളെ പാട്ടിന് എന്തോ എങ്കിലും മതമുണ്ടോ? അയാൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ സേവനം ചെയ്യുന്നത്. അയാളെ സംരക്ഷിക്കാൻ ഇന്ത്യ മഹാരാജ്യത്തിൽ വരുന്നതിന് ഒരു പ്രത്യേക വർഗത്തിന് മതത്തിൻ്റെ പേരിൽ അയാൾ എന്തുകൊണ്ട് അയാൾ വെറുക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ചെയ്യുന്ന ഈ കൊടും ക്രൂരതയ്ക്കെതിരെ നമ്മുടെ ഓരോ മനുഷ്യസ്നേഹിയും രംഗത്ത് വന്ന് ഈ ഗസലിന് വേണ്ടപ്പെട്ട പിന്തുണ നമ്മൾ കൊടുക്കുകയും നമ്മൾ അയാളെ ഏറ്റവും നന്നായി ആദരിക്കുകയും വേണ്ട ഒരു വ്യക്തിയാണ്. സംഗീതത്തിന് ഭാഷയില്ല, മതമില്ല, ജാതിയില്ല, രാജ്യത്തിൻ്റെ അതിരുകളില്ലാതെ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സംഗീതത്തെ ആസ്വദിക്കാൻ ശേഷിയില്ലാത്തവരാണ് ഇത്തരം പ്രതിഷേധങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത്. കേരളത്തിൽ തിരുവനന്തപുരത്തുണ്ടായ ഇന്നലെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കേരളത്തിലെ മനസാക്ഷിക്കും ജനാധിപത്യ വിശ്വാസികൾക്കും സംഗീതത്തെ ആസ്വദിക്കുന്നവരോടെല്ലാം എതിർപ്പായി പ്രതിഷേധമായിട്ട് വേണം അതിനെ കാണാൻ. നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന വർഗീയതയ്ക്ക് എതിരായിട്ടുള്ള വളരെ ശക്തമായ ഒരു പോരാട്ടം നടത്താൻ മലയാളികൾ തയ്യാറാണ് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. ഇത് കേരളത്തിൽ അനുവദിക്കില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നതിന് തുല്യമാണ്. എല്ലാ മേഖലയിലും എല്ലാം ഹിന്ദുത്വത്തിന് അനുകൂലമായിട്ട് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകണം എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇന്ത്യയിൽ ഹിന്ദുത്വത്തിന് അനുകൂലമായിട്ട് തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രാജ്യത്ത് പോകാം. കാരണം ഇത് ഒരു ഹിന്ദു രാജ്യമല്ല. ഇവിടുത്തെ ജനങ്ങൾ പരസ്പരം സഹിഷ്ണുതയോടും മതേതരത്വത്തോടും ഒക്കെ കഴിയുന്ന ഒരു ജനതയെ ഇവിടെ ജീവിക്കാൻ വിടുക. ഇവിടെ ജീവിക്കാൻ കഴിയാത്തവർ മറ്റെവിടേക്കെങ്കിലും പോയിക്കൊള്ളുക. അപ്പോൾ ഇനിയും ഇതൊരു നല്ല മാതൃകയാക്കിക്കൊണ്ട്
കേരളത്തിന് ഇതിന് വർഗീയതയ്ക്കെതിരായിട്ടുള്ള മതേതരത്വത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം മതിലിനകം കരിങ്കല്ല് വാങ്ങുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. പ്രധാന വാർത്തകൾ വീണ്ടും. നവകേരള മാർച്ച് പര്യടനം തുടങ്ങി. കേരളത്തിന് കാലാനുസൃതമായ മാറ്റം ആവശ്യമെന്ന് പിണറായി വിജയൻ. പയ്യന്നൂരിൽ പോലീസ് ക്വാർട്ടേഴ്സിന് നേരെ ബോംബേറ്. അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി. ഇരുട്ടുമുറിയിൽ മാസങ്ങളായി അടച്ചിട്ട് വീട്ടമ്മയ്ക്ക് രക്ഷകരായി IRPC പ്രവർത്തകർ. പെരുമ്പയിൽ ഫർണിച്ചർ നിർമ്മാണ സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം നാട്ടെഴുന്നള്ളത്തിന് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.